പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ജാനുവരി 2025 സെഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. രജിസ്ട്രേഷന് പലരും തെറ്റായി മനസ്സിലാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കൂട്ടം അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. രജിസ്ട്രേഷൻ ആർക്കാണ് ബാധകം? എന്താണ് രജിസ്ട്രേഷൻ? ജാനുവരി 2025 രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സബ്ജക്ട്സ് അഥവാ പേപ്പേഴ്സ് അഥവാ കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം? ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അടുത്ത സെമസ്റ്ററിലേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് രജിസ്ട്രേഷൻ. ആദ്യമേ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് ഫ്രഷ് അഡ്മിഷൻ എന്നും അടുത്ത സെഷനിലേക്ക് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാൻ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതുമാണ് UGCയുടെ നോംസ്. നമ്മളുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിൽ അതുപോലെ തന്നെ സ്കൂളുകളിൽ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് ആരംഭ ദിവസത്തിൽ നമ്മൾ തന്നെ പോയി കടന്നിരുന്നാൽ മതി. ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ആവും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അധ്യാപകർ വന്ന് നമ്മളെ അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ഇരുത്തും. പക്ഷെ അങ്ങനെയല്ല ഇഗ്നോയിൽ. നിങ്ങൾ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നമ്മൾ അടുത്ത സെമസ്റ്ററിലേക്ക് അടുത്ത വർഷത്തിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇഗ്നോയുടെ പ്രോസ്പെക്ടസിൽ വ്യക്തമായി പറയുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് whether the learners appeared in the examination or not, പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും, or whether they are passed or not, അവർ പാസ്സായാലും പാസ്സായില്ലെങ്കിലും, രജിസ്റ്റേർഡ് ഇൻ ദ കറന്റ് അക്കാഡമിക് സെഷൻ, ഇപ്പോൾ പരീക്ഷ എഴുതിയാലോ പരീക്ഷ എഴുതിയില്ലെങ്കിലുമോ പാസ്സായാലോ പാസ്സായില്ലെങ്കിലുമോ അടുത്ത സെമസ്റ്ററിലേക്ക് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒരു തർക്കവും താങ്കൾക്ക് ഇനി ഉണ്ടാകരുത്. സോ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ ഫോം ഞാൻ നൽകിയിട്ടുണ്ട്. ഒട്ടും അമാന്തിക്കാതെ ഇപ്പോൾ തന്നെ ആ ഫോം പൂരിപ്പിക്കുക. ഫോം പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ വീഡിയോയിൽ തന്നിരിക്കുന്ന 2 നമ്പറുകളിൽ താങ്കൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ വളരെ 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 ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പലരും അക്ഷയ സെന്ററുകളിലും കമ്പ്യൂട്ടർ സെന്ററുകളിലും ഞാൻ തന്നെ സ്വയം ചെയ്യാം എന്നുള്ള വിശ്വാസത്തിൽ ഓരോരുത്തരും തെരഞ്ഞെടുക്കുമ്പോൾ അവരവരുടെ കോഴ്സുകൾക്ക് ഉപരിയായിക്കൊണ്ട് അൺനെസസറി അവർ പല കോഴ്സുകളിലേക്കും ചേക്കേറാറുണ്ട്. അത് വിദഗ്ധരായ നോട്ട്സ്, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്, അക്കാഡമിക് കൗൺസിലേഴ്സ് താങ്കളെ വളരെ കൃത്യമായി സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൈക്കോളജി പഠിക്കുന്ന കുട്ടി വേണമെങ്കിൽ ഒരു പേപ്പർ ഇംഗ്ലീഷോ സോഷ്യോളജിയോ അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ എടുക്കേണ്ടി വരികയാണ് എങ്കിൽ അതിന് പകരം ചിലപ്പോൾ ONR അല്ലെങ്കിൽ അവർ ഓർഗാനിക് കെമിസ്ട്രി, കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പലതും പ്രോജക്റ്റുകൾ ഉള്ള പ്രാക്ടിക്കൽ ഉള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ചിലർ ഹിന്ദി തിരഞ്ഞെടുക്കാറുണ്ട്, ഉറുദു തിരഞ്ഞെടുക്കാറുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് തിരഞ്ഞെടുക്കാറുണ്ട്, BBAയുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അക്ഷയക്കാരനോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സെന്ററുകാരനോ ഇതിലല്ല ശ്രദ്ധ. കൂടുതൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി 20 കൊല്ലത്തിൽ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയസമ്പന്നരായ സ്റ്റാഫ്, അക്കാഡമിക് കൗൺസിലേഴ്സ്,
അവർ നൽകുന്ന മേൽനോട്ടത്തിൽ കൃത്യമായി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സസ് കൃത്യമായി തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തു തരും. വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്, അബദ്ധങ്ങൾ ഒരിക്കലും വരരുത്. റീ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് റാങ്ക് 1 കൊടുത്തും നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ A++ കൊടുത്തും ആദരിച്ചിരിക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയുടെ ഫ്രഷ് അഡ്മിഷൻ ഫോർ ജാനുവരി 2025 സെഷനും റീ രജിസ്ട്രേഷനും ഇപ്പോൾ നടത്താം. അതിനു വേണ്ട താങ്കൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് ഇപ്പോൾ തന്നെ താങ്കൾ അത് സബ്മിറ്റ് ചെയ്യുക. താങ്കൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. വീണ്ടും 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 ഞാൻ ഓർമ്മിപ്പിക്കുന്നു, റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് irrespective of the fact that whether the learners appeared in the examination or not, or whether they appeared, whether are passed or not in the course or courses registered in the current academic session, they want to do must re-registration. റീ-രജിസ്ട്രേഷന് താങ്കൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും തരാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ അധ്യാപകർ സന്നദ്ധരാണ്. താങ്കൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം കൃത്യമായി പൂരിപ്പിച്ച് സമർപ്പിക്കുക. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.